മാർച്ച് 8 വെള്ളിയാഴ്ച. മാർക്കോസ് 12:28 മുതൽ 34 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെതിരെ ഒരു പരാതിയുമായിട്ട് വന്നു. എനിക്ക് അത് അത്ര ഗൗരവമുള്ള ഒന്നായി തോന്നിയില്ലെങ്കിലും അവൾക്ക് അത് അങ്ങനെ ആയിരുന്നു. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പുകഴ്ത്തി പറയുന്നു. എന്നെക്കുറിച്ച് പറയുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ നിരന്തരം കേൾക്കുന്നു. പക്ഷേ എന്നോട് അവൻ ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കി ഈ കാര്യങ്ങൾ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മുടെ സ്നേഹം നിസ്സാരമായി എടുക്കാൻ ഒരു പ്രവണതയുണ്ട്. എല്ലാവരും സ്നേഹിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മറക്കുന്നു. ഇന്ന് യേശുനാഥൻ നിയമത്തെയും ബൈബിളിനെയും ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കുന്നു: സ്നേഹം എന്ന വാക്കിൽ. നമുക്ക് അതുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും ആവശ്യമില്ല. നമുക്ക് സ്നേഹമില്ലെങ്കിൽ എന്ത് നേടിയാലും എല്ലാം നഷ്ടം തന്നെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്നത് എപ്പോഴും അവനെ ഓർക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നതുമാണ്. പ്രാർത്ഥനകളിലൂടെയും സ്തുതി പാടുന്നതിലൂടെയും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിലൂടെയും എപ്പോഴും സന്തോഷകരമായ മനോഭാവം പുലർത്തുന്നതിലൂടെയും ദൈവവുമായി നിരന്തരമായ സംഭാഷണം നടത്തുന്നതിലൂടെയും നാം ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നതിനർത്ഥം നമ്മളോട് പെരുമാറുന്നത് പോലെ തന്നെ അവരോടും പെരുമാറുക. നാം നമ്മെ തന്നെ പരിപാലിക്കുന്ന പോലെ അവരെയും പരിപാലിക്കുക. നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിക്കുന്ന ശ്രദ്ധ അവരുടെ വളർച്ചയ്ക്കായും കാണിക്കുക. സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നത് നമ്മെ ദൈവരാജ്യത്തോട് അടുപ്പിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമ്പോൾ അത് നമ്മെ ദൈവരാജ്യത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്ക് വിഭജിക്കപ്പെട്ടേക്കാം. യേശുവിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിലെ വെല്ലുവിളി നാം എന്തുമാത്രം അല്ലെങ്കിൽ എത്രമാത്രം ദൈവത്തെ ഒരു ദിവസം സ്നേഹിക്കുന്നുണ്ട്. സ്വയം ചോദിക്കാം, ദൈവത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ ആത്മാവിനെക്കുറിച്ചോ എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഞാൻ എന്തുമാത്രം സമയം കണ്ടെത്തുന്നുണ്ട്? എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, അല്ലെങ്കിൽ പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ടോ? അതോ ഒട്ടും തന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടോ? ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ടത്, എൻ്റെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ അയൽക്കാരനും സഹപ്രവർത്തകരും തെരുവിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഒരാളെയും സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും, അത് എനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളായാൽ പോലും, അവരെ സ്നേഹിക്കാൻ ഞാൻ ബോധപൂർവം പരിശ്രമിക്കുന്നുണ്ടോ? ഓരോ ദിവസവും നാം ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം
നാം ദിവസവും കണ്ടുമുട്ടുന്ന വ്യക്തികളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുകയും ഒരുമിച്ച് ജീവിക്കുകയും ജോലി ചെയ്യുന്ന വ്യക്തികളിലേക്കും ആളുകളിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.